ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FIC. ഇന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു തയ്യൽ മെഷീനാണ്. അപ്പോൾ ഇതാണ് തയ്യൽ മെഷീൻ. ഞങ്ങളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവാ. ആണോ? നിനക്ക് തയ്ക്കാൻ അറിയാവോ? ഇല്ല, ഇത് അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അമ്മയ്ക്ക് അറിയാവോ? എന്താ ദൈവത്തിന് അറിയാം. അയ്യോ, ഇത് ഞങ്ങളിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയണ, ബാക്കി പറ. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാം തോന്നുന്നത്. കിട്ടിയാണോ? എനിക്ക് തോന്നുന്നു ശരിയാ, ഫിറ്റ് ചെയ്യണം. അതെന്തോ ചാർജറോ? എന്തൊക്കെയുണ്ട്? ഒരു ചാർജർ ഉണ്ട്, ഇത് ചാർജർ, പിന്നെ ഇത് ഇതിന്റെ ചവിട്ടുന്ന സാധനമല്ലേ? മറ്റേ തയ്ക്കുമ്പോൾ കാലം കൊണ്ട് ചവിട്ടുന്ന സാധനമല്ലേ? അത് തന്നെ. ഓക്കെ. പിന്നെ നിന്റെ ഹണീബി എടുത്ത് മാറ്റി വെക്കുക. എന്റെ ഹണീബിയുടെ കൊമ്പ് പോയി. ഇത് മാറ്റി വെക്ക്. നല്ല ഹണീബി കേട്ടോ. ഈ ഹണീബി കൊള്ളാം. ഇത് പറന്നു പോടാ. പറന്നു പോകത്തില്ല. ഞാൻ സ്കൂളിൽ അവധി കിട്ടാൻ തന്നെ കൊണ്ടുവന്നേ. നീ ആദ്യയുടെ തിരിഞ്ഞു പോയോ? തിരിച്ചു വെക്ക്. ഇങ്ങനെ വെക്ക്. സ്റ്റാൻഡ് ഇത് ചെയ്ത് വെക്ക്. ഓക്കെ. അപ്പോൾ ഇതാണ് സാധനം. ഇനി എന്തൊക്കെ വരും? ഇത് ഫിറ്റ് ചെയ്യണം ഞങ്ങൾക്ക്. നിനക്കറിയാവോ ഇതിനെപ്പറ്റി വല്ലോ? അറിയാം. ആദ്യം എൻ്റെ മാനുവൽ എടുത്തേ. അതിനകത്ത് എന്തൊക്കെ എഴുതിയേക്കുന്നേ, എങ്ങനെ ചെയ്യേണ്ടത്. ഇത് എൻ്റെ നൂലൊക്കെ പോയേക്കുന്നുണ്ടോ? ശരിയാണ്, നൂല് ശരിയാക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിത് ഓൺലൈനിൽ മേടിച്ച സാധനമാണ്. ഇവിടുത്തെ ഇവിടെ 94-95 യൂറോ കൊടുത്ത് മേടിച്ചതാണ്. ചൈനയുടെ സാധനമാണെന്നുള്ള കാര്യം 100% ഉറപ്പാ. അത് സത്യമാണ്, അച്ഛൻ പറഞ്ഞ സത്യമാണ്. അതെ, മാനുവലിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ലെവലും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കാവേ. ഓണാക്കുവാണ്. ഇത് ഓണാക്കണമെങ്കിൽ ചാർജ് ചെയ്യണോടാ. കറണ്ടേ കുത്തണം. പവർ കൊടുക്കുക. ആദ്യം കൂട്ടാ, നീ ഇനി ഇത് പഠിച്ചേ, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടേ നീ അങ്ങോട്ട് വീഡിയോ ഇട്. എങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. മാനുവൽ നോക്കി. എനിക്ക് തയ്യലിൻ്റെ കാര്യമാണ് ഒരു പിടുത്തമില്ല. എനിക്കും ഒരു പിടുത്തമില്ല. ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇത് തയ്ക്കുമ്പോഴേ കാലം കൊണ്ട് ചവിട്ടത്തില്ലേ? എന്തൊക്കെ വന്നിട്ടുണ്ട്? അത് ഇവിടെ കൊടുക്കണം. കളർ അനുസരിച്ച് നമ്മളത് ഇവിടെ കൊടുക്കണം. ഇത് പ്രസ് ചെയ്ത് മാറ്റാൻ തോന്നുന്നു. ഇത് പ്രസ് ചെയ്താൽ മതി തോന്നുന്നു. നൂലിറങ്ങി ഇത് മാറ്റിയിട്ട് ഇപ്പൊ എടുക്കല്ലേ. ഇതാണോ എന്നുള്ളത് നോക്കണം. പിന്നെ ഇതിന് ലൈറ്റ് ഉണ്ട്. ഇതാണ് ഇതിന്റെ പവർ. 12 വോൾട്ട് DC. ഇതും പിന്നെ ഇത് ഫുഡ് കൺട്രോളിൻ്റെ ഇതോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്ഷനായി. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ പവർ വേണം. എന്തായാലും കുറച്ച് കറണ്ട് ചാർജ് കൂട്ടിക്കോ. സോളാറിൻ്റെ നാട്ടിലായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. സോളാർ വെച്ച്. അപ്പോൾ ഇനിയുള്ള പ്രകടനം ഇതല്ല. ഇതുണ്ട്, തയ്ച്ചു വെച്ചിരിക്കുന്നുണ്ടോ? ഈ മോഡലിലെല്ലാം തയ്ക്കാൻ പറ്റും. 1, 2, 3, 4, 5, 6 മോഡലിൽ തയ്ക്കാൻ പറ്റും അല്ലേ? ഈ ലൈനിലെല്ലാം ഇങ്ങനെ. ഇതെങ്ങനെ ഇതിലോട്ട് ഇടുന്നേ? ഒരു പിടുത്തമല്ല. എന്തായാലും പരീക്ഷിക്കേ, ചുമ്മാ തിരിക്കണ്ട. ഓക്കെ. നമ്മളപ്പോൾ ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ സാധനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് നോക്കുകയാണ്. സ്വിംഗ് മെഷീന്, അക്സസറീസ് ഇൻക്ലൂഡഡ്, അഡാപ്റ്റർ, ഫുഡ് സ്വിച്ച്, ബട്ടൺ ഹോൾഡ്, ഫുഡ്, ത്രെഡ്. നിനക്ക് പറയണോ? നോക്കിക്കോട്ടെ. ഇത് നൂലാണ്. ഓക്കെ, നീ പറയുന്ന നിനക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, എല്ലാവരും കേൾക്കട്ടെ. പിന്നെ ഇത് രണ്ടും സൂചി. ഓക്കെ. ഇതെന്തോ ഡബിൾ നീഡില്? ഡബിൾ നീഡില്. 2 സൂചി എന്തിനാ ഒരുമിച്ചോ? ഇതാണ് ഏറ്റവും മെയ്ഡ് ഇൻ ചൈന. ഇത് ചൈനന്ന് വന്നയാ. ആണോ? ഞാൻ വിചാരിച്ച വേറെ ഒരെണ്ണമായിരുന്നു. ഒരു
ഇതിന്റെ കൂടെ നൂല് അതെ 45 ഇതെന്താ 45 കൊടുത്തേക്കുന്നേ 45ഓ അത് നീഡില് ആദ്യക്കൂട്ടാ നീ ഇത് ഓരോ 45 ഓരോ സംഭവം പഠിച്ചിട്ട് അച്ഛ അങ്ങനെ ആദ്യശ്രീ അച്ഛ ഈ 45 തൽക്കാലത്തേക്കൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് നമ്മുടെ പടം വരയിൽ നിന്നും. അപ്പോൾ ഇനി അവിടെ തയ്യൽ മെഷീനിലാണ് ഇനി അടുത്ത പണികൾ. എന്തായാലും വെക്കേഷൻ ആയതുകൊണ്ട് അവർക്ക് സമയം പോകാനുള്ളതായി. എത്ര നേരം വേണമെങ്കിലും കുത്തി ഇരുന്നോളൂ. വയർ കട്ടർ ഓപ്ഷണൽ യൂസ് ഇതിന് ബാക്കിയൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നു. ജെമിനിയോടൊക്കെ ചോദിച്ച് ഞാൻ പതുക്കെ പഠിച്ചു വന്നോളാം. ജെമിനിയോ? എല്ലാം ജെമിനി ചാറ്റ് GPT ആയതുകൊണ്ടേ പിള്ളേർ പ്രതി പഠിക്കട്ടെ. എന്താ പറഞ്ഞു? എന്തോ ഇതെങ്ങനെയാ ഇത് കാലം കൊണ്ട് എനിക്കൊന്ന് എനിക്ക് തോന്നുന്നു ഇത് കാലം കൊണ്ട് ചെയ്യാൻ. പിന്നെ ഇതില്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഇത് കൈ കൊണ്ട് കറക്കി ചെയ്യണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുമോ? അല്ല, നമുക്ക് കറക്കി ചെയ്യാൻ തോന്നുന്നു. എനിക്ക് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടതാ. ഓക്കെ ഞങ്ങള് ഇതെല്ലാം പഠിച്ച് ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ ബൈ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ. അപ്പം കൊച്ചു വൈവി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പഠിക്കാൻ നോക്കുക. പഠിച്ചിട്ട് വരാം. ശരി.